ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളെ ഈദ് വ്ളോഗ് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഷോപ്പിങ്ങും ഈദും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. സൗണ്ട് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വോൺ വോയിസിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മളെ സൗണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം, 2x കാണാൻ വേണ്ടിയിട്ട് നോക്കാം. എന്തായാലും ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നം പറ്റിയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ ടൈമിലാണത് ഈ ഒരു വോയിസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങൾ പെരയിൽ നിന്ന് ഇറങ്ങുകയാണ്, ഞാനും അനുമോനും. അപ്പോൾ ഇഷാക്ക വണ്ടി പോയി വന്ന് അങ്ങനെ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാളിക്കുന്ന നാളെ പെരുന്നാളാണ്, നാളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. എന്നാലും ഇവിടെ നിന്ന് വന്ന് പോകണം തലേ ദിവസം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കുള്ള കുറച്ച് കിറ്റുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും, ഒക്കെ നമ്മൾ കൊണ്ടുപോയി തന്നെ വേണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ സാധനങ്ങൾ. പച്ചക്കറിയും പലചരക്കും എല്ലാം ഉണ്ടാവും കേട്ടോ. ഓല് വാങ്ങുമ്പോൾ എനിക്കുള്ള ഒരു ഓല് വാങ്ങും. പിന്നെ എനിക്കുള്ള പെരുന്നാൾ പൈസയും കാര്യങ്ങളും അതൊക്കെ വാങ്ങണ്ടേ. എനിക്ക് ഇവിടെ വരണ്ടേ, നമ്മൾ വന്ന് ഓർക്ക് ഓർമ്മ അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് അതൊന്ന് ഓർമ്മപ്പെടുത്തി വാങ്ങിയിട്ട് അങ്ങനെ പോകട്ടോ. ഇന്ന് മണ്ണാർക്കാട് പോകണം. അയ്യമ്മ, ഇനി ഇവിടുന്ന് ചെന്ന് നേരെ മണ്ണാർക്കാട് പോകണം. അനുമോനിക്ക് ഇതുവരെ ടീഷർട്ട് എടുത്തിട്ടില്ല അല്ലേ അനുമോനെ? ടീഷർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ആ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് നേരെ പോകണം. അന്നയാണ് സുനീറ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പം അന്നയാണ് വെച്ചത്. സുനീറ ഇല്ല, കുഴപ്പമില്ല, കൊണ്ട് നിങ്ങൾ മാങ്ങച്ചാറ് പാക്ക് ചെയ്ത് തന്നാണ്ടോ. ഷാൾ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ചേച്ച കഴിഞ്ഞ പെരുന്നാൾക്കും കറക്റ്റ് ഞങ്ങൾ ഈ ഒരു തെക്ബീർ ജാഥ പോയ ടൈമിൽ ഇതേ സ്പോട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ അമ്മോൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതേ സ്പോട്ടിൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ എത്തിയപ്പോൾ ഈ ഒരു ജാഥ പോണത്. അപ്പം അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഗായ്സ്, നല്ല ബ്ലോക്കാണ്, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ നേരത്തായിരിക്കും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവുക. ഗായ്സ്, ഞങ്ങൾ വന്നപ്പോൾ സ്റ്റുഡിയോ ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ ഷേഖാൻ്റെ പരിശ്രമം കൊണ്ട് ഉള്ളിൽ കയറി. അകത്ത് ആളുണ്ട് എന്നാണ് അങ്ങനെ കയറിട്ടോ. നമ്മൾ എടുക്കാനൊന്നും സമയം കിട്ടുമെന്ന് തോന്നണില്ല. ഓടി വന്നിട്ട് ഇട്ടത് കണ്ടോ, നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഒന്നും കിട്ടിയില്ല. ഇനി ഇറങ്ങാൻ പോവാണ്. അടുത്തത് തന്നെ നോക്കട്ടെ. വേണ്ടനോ, ബാ. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ രണ്ടാമത് കയറിയതും കിട്ടില്ല. ഇനി നമ്മൾ മൂന്നാമത്തെ കടയിലേക്കാണ്. ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇനി കിട്ടാൻ ഭയങ്കര പാടാക്കാരം. അനുവിന് പ്രാവശ്യം നമ്മൾ റെഡും എടുത്തിട്ടുണ്ടായില്ലേ ഊട്ടി പോകാൻ വേണ്ടിയിട്ട്, അത് ഈ കടയിൽ നിന്ന് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാം. ഫൈനലി അനുവിനുള്ള ടീഷർട്ട് കിട്ടിയിരിക്കണു. ഇനി പാൻറ് നോക്കണം. പാൻറ് വിചാരിച്ച പാൻറ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മുഖം തെളിഞ്ഞിട്ടില്ല. അനുമോനക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. എന്നും പറയും പെരുന്നാളിൻ്റെ തലേന്ന് നീ വരൂലെന്ന്, നേരത്തെ വരണമെന്ന്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ വരും. ഇപ്പം നല്ല തിരക്കാണ്. മണ്ണാർക്കാട് ഫുള്ള് നല്ല തിരക്കാണ്. നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ തുണിക്കടകളും ഫുള്ള് എല്ലായിടത്തും നല്ല ബ്ലോക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇനി ഷാഖാക്ക് എന്തെങ്കിലും ടീഷർട്ട് നോക്കിയിട്ട് പിന്നെ എനിക്ക് നോക്കും. ഓക്കെ, കുറച്ചങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഓരോന്നായിട്ട് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഷാഖാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി, പക്ഷേ ഇത് ലെങ്ത്ത് തീരെ കുറവായിരുന്നു, അതുകൊണ്ടിട്ട് തന്നെ അതെടുത്തില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു എനിക്കിത്. ബ്ലാക്ക് പാൻറ്റിൽക്കൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇട്ട് നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ്. പിന്നെ അടുത്തത് നമ്മൾ ഈ ഒരു ഡ്രസ്സ്, എനിക്കിതും ഭയങ്കര ഇഷ്ടമായിട്ടോ.
മൊത്തത്തിൽ ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷോളൊക്കെ ആകുമ്പോൾ ഇത് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല, ഒട്ടും ഇഷ്ടമായില്ല. ഇപ്പം ഞാനിട്ട് ഈ ഒരു ബ്ലാക്കാണ് നിഷാക്കാക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇതെടുത്താൽ മതി എന്നാണ് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കിതും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായില്ല. ഫൈനലി ഇതാണ് കേട്ടോ കൺഫേം ആക്കിയത്. പക്ഷെ എനിക്കെന്തോ ഒരു തൃപ്തി ആയിട്ടില്ല. ഇതൊരു കുറവ് പോലെ, കയ്യാണോ എന്താണെന്നറിയില്ല. അങ്ങനെ ഫൈനലി എനിക്കുള്ളതും കിട്ടി, അനുവിനുള്ളതും കിട്ടി. ഇനി ഷാക്കാക്ക് ഒരു ടീഷർട്ട് നോക്കണം. അനുവിൻ്റെ ഫുള്ളായിട്ടില്ല, വാങ്ങിത്തരുന്നില്ല എന്നാണ് പറയുന്നത്. എത്ര വാങ്ങിക്കൊടുത്താലും പരാതിയാണ് ഗൈസ്. അപ്പം ഇനി ഷാക്കാക്ക് ഒരു ടീഷർട്ട് നോക്കാം നമുക്ക്. ഞാൻ വാങ്ങിയത് ക്യൂ ലോഞ്ചിൽ നിന്നാണ്ടോ. ഒരു ടോപ്പും ഒരു ഷാളും കൊടുത്തു. എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പും ഒരു ഷാളും. ഗൈസ് ഫസ്റ്റ് ടൈം കയറണം ഈ കടയിൽ. ഷാക്കാക്ക് നോക്കാൻ വേണ്ടി കയറും. ഇവിടുന്ന് എന്തായാലും ടീഷർട്ട് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഞങ്ങൾ കയറിയ ടൈമിലെ കറണ്ട് പോവുക വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവിടുന്ന് കിട്ടിയിട്ടുണ്ടായില്ല, നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കളർ ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ട കളറിൻ്റെ സൈസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എത്ര ഇല്ലാത്ത കളർ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്രീന്, അല്ലെങ്കിൽ റെഡ്, അല്ലെങ്കിൽ മെറൂണ്, അല്ലെങ്കിൽ യെല്ലോ, അതുമൊക്കെ പോവുള്ളൂ. അപ്പോൾ ഈ ഒരു മെറൂണും പിന്നെ ആ ഒരു ഗ്രീനുമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെറൂൺ ഇട്ട ടൈമിൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡ് ഇപ്പോഴും ഉള്ളൊരു കളറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഗ്രീൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തു. ഗ്രീനും ഇപ്പോൾ ഉള്ളതാണ്, പക്ഷേ വേറൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ട് ഫിക്സ് ചെയ്തു. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കാൻ നിൽക്കില്ല, ഷേക്ക പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യും. അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെരുപ്പ് നോക്കാൻ പോയി. അപ്പോൾ അവിടെ ഷെരീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോൻ്റെ ഓരോ കാര്യങ്ങൾ പറയണ്ടോ, എവിടെ നോക്കിയാലും നിങ്ങളാണെന്നൊക്കെ. പൂനുവിൻ്റെ വൈഫും ഷോപ്പിങ്ങിന് വന്നതായിരുന്നു. എപ്പോൾ മണ്ണാർക്കാട് ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓനിങ്ങനെ കളിയാക്കാണ്, എൻ്റെ വീഡിയോ കൊണ്ട് എവിടെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടോ. ചെരുപ്പിന് ഷേക്കാക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്ന് ഒന്നും ഇഷ്ടമായില്ല. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. എല്ലാം അതായത് ബോക്സിലേക്കാക്കി ഇനി ഇതും കൂടി ഒന്ന് വേർതിരിക്കണം. രാവിലത്തേക്ക് ഏകദേശം സെറ്റാക്കി വെച്ചാൽ പിന്നെ രാവിലെ വലിയ റിസ്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ മാളിക്കുന്നിലായിരുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അപ്പം നമ്മളിത് വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടേ കിടക്കണുള്ളൂ. സമയമൊക്കെ ഒരുപാടായി വീട് സെറ്റാക്കിയിട്ടുണ്ടോ കിടക്കണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴുകി റെഡിയാക്കി ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിക്ക് വെക്കാം. പനിമോനും ഷാക്കൊക്കെ കടന്നുറങ്ങി. പെരുന്നാൾ തറവാട്ടിലാണ്. ഷാക്കാൻ്റെ ഇവിടെ തറവാട്ടിൽ പെരുന്നാൾ ഓടുന്നത്. അതുകൊണ്ടിട്ട് ഇനി നാളെ ഒന്നും ഉണ്ടാക്കില്ല. അനുമോൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ആള് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പപ്പിയും കുട്ടിയും പള്ളിയിൽ പോവുകയാണ്. ചാറ്റാട്ടിക്ക ഗൈസ് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. പൊറോട്ട ഇന്നലെ രാത്രി വാങ്ങിയതുണ്ട്, ചൂടാക്കി. അപ്പോഴത്തേക്കും ഉമ്മ മാവ് ഇടുന്നു ദോശക്ക്. അങ്ങനെ അതും ചുട്ടു. അപ്പോൾ ഗൈസ് ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ. എന്തായാലും ഇന്ന് തറവാട്ടിലാണ് പെരുന്നാൾ. അപ്പോൾ അങ്ങോട്ട് പോകണം. ഗൈസ് വന്നപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ സെറ്റാക്കി സാജി വെച്ചിക്കണു. ഇനി ഇതിനിടയിലൊന്നുമില്ല. ഇനി നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. എല്ലാം സെറ്റാക്കി കുരുമുളക് പൊടി, ഗരം മസാല, ക്യാരറ്റ്, തക്കാളി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, എല്ലാം മല്ലിച്ചപ്പ്, പുതിന എല്ലാം സെറ്റാണ്. പിന്നെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ തൊള്ളേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വെക്കണ കാണാം. ചുടികൾ കയറി ആദ്യം ഉള്ളി വാട്ടിയെടുക്കണ്ടോ. വാട്ടല്ല മുരിച്ചിന്. ഇത് മസാലക്കുള്ള ഉള്ളിയാ പൊരിച്ചു കോരാനോ? അപ്പോൾ ഈ ഉള്ളി പൊരിച്ചു കോരുകയാണ്. ഇവിടെ അമ്മ ഉണ്ടാക്കണത് ഒരു വേറൊരു തരമുണ്ടോ. പെരിയിലുണ്ടാക്കണ പോലെയൊന്നുമല്ല ഇവിടെ അമ്മ ഉണ്ടാക്കുക. ഇത്രയും ഉള്ളി പൊരിച്ചു കോരും. എന്നിട്ട് പിന്നെ മസാലക്ക് കുറച്ച് ഉള്ളി ഇടുള്ളൂ. ഇപ്പം മുന്തിരി പൊരിച്ച് കോരുന്നു. മുന്തിരി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചതച്ചത് ഇളക്കിയിട്ടത്. ഉള്ളി നമ്മൾ പൊരിച്ച് കോരീൻ്റെ പുറമിട്ടതാണ് ഉള്ളി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. മസാലയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇയാൾ.
നാരങ്ങ കമ്മിയായതുകൊണ്ട് നാരങ്ങ എടുക്കാൻ വന്നാൽ കേട്ടോ. അപ്പം എന്തായാലും ഇവിടുത്തെ ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം മാളിക്കുന്നിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ചെന്നാൽ പിന്നെ ഫുൾ കറക്കായിരിക്കും. അറിയില്ല കേട്ടോ, ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും പോയി വന്നാൽ ഞാൻ പോവില്ല. മെയിനായിട്ടും കച്ചേരിപ്പറമ്പാണ് ഞങ്ങൾ പോവുക. കച്ചേരിപ്പറമ്പ് മൂത്തമ്മയുടെ പോയി ചിലപ്പോഴല്ല ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചങ്ങാണ്ട് അവിടെ നിന്ന് തിരിച്ചു വരും. അതാണ് ഞങ്ങളെ പെരുന്നാൾ. പിന്നെ എവിടെയെങ്കിലൊക്കെ പോവും. പക്ഷെ ഞാൻ എത്തുമ്പോഴത്തേക്കും എല്ലാവരും പോയി വന്നിട്ടുണ്ടാവും. അപ്പുറത്തോലെ പണിയിലാണ്. നിഷാക്ക് അനുമോനും ഇപ്പൊക്കെ പള്ളിയിൽ പോയതാണ് കേട്ടോ. തക്കാളി, കറിവേപ്പില, പിന്നെ എന്തൊക്കെ ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി കേട്ടോ. ആ ഇനി തൈര് ഒഴിക്കണുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ നാരങ്ങ ഒറ്റൊന്നുള്ളൂ കേട്ടോ എടുത്തത്. പെട്ടെന്ന് എടുത്ത് പോയപ്പോൾ അപ്പോൾ ഒരു നാരങ്ങയും കൂടി എടുക്കട്ടെ. എൻ്റെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെരെ കലങ്കോലമായിരിക്കും, ഒന്നും തോന്നരുത്. ഫ്രിഡ്ജും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് പിരാന്തന്മാരെ കണ്ടുക്കണോ ഗൈസ്, വെയിലത്തിരുന്ന് പണിയെടുക്കണം. നാരങ്ങ അടുപ്പ് പുറത്ത് ആക്കി കഴിഞ്ഞിട്ടുണ്ടോ വെയിൽ? കോൺഫിഡൻസ് ആണ്, വന്നോട്ടെ. വെയിലത്തുനിന്ന് പണിയെടുക്കാൻ റെഡിയാണ് ആള്. പിന്നെ വലിയ പണിയൊന്നുമില്ല. നാളിക്കുന്നത്തെ മാതിരിയാണ് ഒരു രണ്ടാളും. ഇതാണ് ഇറച്ചിയോ, നല്ല നോക്കട്ടെ. ചൂടാണേ ഇങ്ങനെ ഗൈസ്, നല്ല മന്തിക്കണം. പക്ഷെ അത് ഇങ്ങനെ വേവണം കേട്ടോ. ഇതാണ് മസാല. ഉമ്മാക്കൊന്നും കൂടി ബീഫ് ബിരിയാണി അടിപൊളിയാ, ചിക്കൻ ബിരിയാണിനെക്കാട്ടിലും. ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇതാണ് കുക്കിനധികം വീഡിയോയിൽ കാട്ടരുതെന്ന് പറഞ്ഞോക്കണം. പൊരിച്ച അണ്ടിപ്പരിപ്പ് കഴിഞ്ഞു കൂടി. ഞാൻ ഇഷ്ടംമാതിരി ഇതൊക്കെ വെച്ചിരുന്നു. ആരായിരിക്കും? ചോറാണ് ടൈമിൽ തിരുമ്പാൻ നിൽക്കാം. ഇത് സാജിക്കുള്ളത്, ഇത് എനിക്കുള്ളത്. തൈര് കൊണ്ടാൽ കുറച്ച് വൈകിയതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇത് മസാല ഇത്രയൊന്നും അല്ല, മസാല കുറച്ചും കൂടി ഉണ്ട്. മസാല വേറെ മാറ്റി വെച്ചിട്ടാണ് മുകളിൽ നടുവിലിടാൻ. എടുത്തിപ്പോൾ മസാല അല്ലാണ്ട് കുറച്ച് ഇവിടെ കുടിഞ്ഞ് കുണിഞ്ഞത് നടുവിലിടും. ഇടാൻ പോവാണ് കേട്ടോ. ഇനി ആ ബീഫ് ഇട്ട് കൊടുക്കട്ടോ നടുവിക്ക്. എല്ലായിടത്തും നമുക്ക് ബീഫ് കിട്ടും. മതി മതി മതി, അല്ലെങ്കിൽ ബീഫ് അധികവും. ചോറ് കുറച്ചാണ് ഞങ്ങൾ വെക്കുന്നത്, കാരണം ആരും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവും. സാജി പോവും, ഞാൻ പോവും, പിന്നെ അമ്മ ഇപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അരങ്ങനീര് തട്ടലേ. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. മസാല ഇഞ്ഞിടണോ? ബിരിയാണി മസാല, മല്ലിച്ചപ്പ്, പുതിന. ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തണം. ലാസ്റ്റ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും. ഗൈസ്, പളുപളിയാനുള്ള കഷ്ണം സാജി തിന്നപ്പോൾ എനിക്കും തന്നു. ഞങ്ങൾ ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ വേമ്പ എടുത്ത് കഴിക്കൂട്ടോ, ബാക്കി വെക്കൂല. ഞങ്ങൾ പുറത്ത് നല്ല ബീഫും എരിവുള്ള സംഭവങ്ങളൊക്കെ തിന്നുമ്പോൾ ഇപ്പോൾ അകത്ത് മധുരം കഴിക്കുക കേട്ടോ.
അപ്പം എന്നോട് വേണമെന്ന് ചോദിച്ച് വിളിച്ച് അങ്ങനെ കൈ തന്നതാണ് അലുവ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, പിന്നെ ഇപ്പം തന്നതുകൊണ്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ചെമ്പെടുത്ത് ദമ്മ പൊട്ടിച്ചത് ഞാനാണ്. അമ്മ കുളിക്കായിരുന്നു ആ ഒരു ടൈമിൽ. സാജിൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഈ വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറേജ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ആക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാളിക്കുന്നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടായിട്ടോ. അനുമോൻ ഇപ്പാനെ കണ്ട ഗ്യാപ്പിൽ ഇപ്പാൻ്റെ ഒപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പാനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയാണ്ടോ പോകാമെന്ന് കുറേ പറഞ്ഞ് നിന്നു. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നു. സംജയ് ബിരിയാണി എങ്ങനെയുണ്ട്? ഞാൻ വെച്ചതാ. എങ്ങനെ അറിയോ, ബീഫ് ചിക്കനൊക്കെ പൊരിച്ച മസാല ഇട്ടിട്ടുള്ള പരിപാടിയാണ്. നല്ല ടേസ്റ്റ്. അതെന്നെയാണ് പരിപാടി. ബീഫ് എല്ലാം വന്നിട്ടില്ലേ? ഞാൻ വെച്ചതാട്ടോ. എന്ത് പിന്നെ ഇപ്പം അധികം നേരം നിന്നിട്ടുണ്ടായില്ല. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് അനുമോനിയും കൊണ്ട് നേരെ മാളിക്കുന്ന് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് മാളിക്കുന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഏകദേശം മാറ്റി റെഡിയായി. എന്നെ കാത്തുനിന്ന് സാജി വിഷമൊരു വാർത്തക്കായിട്ടുണ്ടോ. സാജിദ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നല്ല മാറ്റി ഒരുങ്ങി വന്നു. പിന്നെ ഞാനും കൂടി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് സാജി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡ് കഴിച്ചിട്ട് വേണം ഓൾക്ക് ഓളെ വീട്ടിലും എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാളിക്കുന്നൊക്കെ പോകാനുള്ളൊരു അർജൻറ്റ് എനിക്കുണ്ടായിരുന്നു, ഓൾക്ക് ഓളെ വീട്ടിൽ പോകാനുള്ളതും. അങ്ങനെ രണ്ടാളും കൂടി ഇരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഉമ്മയും ഇപ്പം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കും. അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്ന് നല്ല ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്രയൊക്കെ തന്നെ ഉള്ളൂ കോട്ടോപ്പാടത്തെ വിശേഷങ്ങൾ. ബാക്കിയൊക്കെ മാളിക്കുന്നിലെത്തിയിട്ട് കേട്ടോ. പാട്ടോ ഇപ്പ വീഡിയോയിൽ വരാൻ മടിയുണ്ടോ? ഇൻഷാല്ലാ വീഡിയോയിലൊക്കെ വരും ആള്. നിങ്ങളുടെ ഓക്കെ തേങ്ങളപ്പാടോ. സാജി പോവാൻ നിൽക്കണം, ഞാൻ പോവാൻ നിൽക്കണം. എല്ലാരും ഇപ്പൊ പോവും. പിന്നെ അമ്മ ഇപ്പയും മാത്രം പാവം. 2 മക്കളും ഉണ്ടാവും. മക്കള് ഞങ്ങളടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ. ഗായ്സ് ഞാൻ ഇറങ്ങി. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അനുമോ ഉപ്പാൻ്റെപ്പം പോയി, സെയ്തുപ്പാൻ്റെപ്പം പോയി. അപ്പോൾ ഇവിടുന്ന് നേരെ പെരീക്കാണ്. പെരീന്ന് പിന്നെ കച്ചേരിപ്പറമ്പ്, പിന്നെ അങ്ങനെ പോവും. എവിടേക്കെന്നറിയില്ല. ഓക്കെ ബൈ ഗായ്സ്. ഉമ്മാക്ക് ഇറച്ചി വെട്ടാൻ മുട്ടി. വലിയൊരുന്നാളായതുകൊണ്ട് ഇഷ്ടം പോലെ ഇറച്ചി ഉണ്ടാവും. അപ്പോൾ ഇറച്ചി വെട്ടാൻ മുട്ടി കൊടുക്കുന്നു. ഗായ്സ് മാളിക്കുന്നില്ല സ്പെഷ്യൽ ഇതാണ് ബീഫ് നെയ്ച്ചോറ്. അപ്പോൾ മോനുവിന് ഞാൻ വിളമ്പിയതാണ്. ഇങ്ങനെയുണ്ട് ഗൈസ് വിളമ്പിയത്. ലുക്കില്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം. ഈ നേരം വരെ ഫുഡ് കഴിച്ചിട്ടുമില്ല, മാറ്റിയിട്ടുമില്ല. എന്നെ കാത്തിക്കാണെന്ന് പേരും. എന്നാ കുഞ്ഞാനോ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഞാനോ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് അടിപൊളി ആയിക്കൂന്ന് പറഞ്ഞു. അടിപൊളി ആയാലല്ലേ അടിപൊളി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താപ്പാ അടിപൊളിയായ ഡ്രസ്സ് അടിപൊളി തന്നെ പറയും. ഇത് വല്ല മറ്റേ എന്താ പറയാ ഗൈസ്, ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ഡ്രസ്സ്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ? ഭയങ്കര സങ്കടം. നമ്മൾ എന്തെങ്കിലും ഇട്ട് വരുമ്പോൾ അടിപൊളിയായിക്കോന്നൊന്നും പറയണ്ട, കുഴപ്പമില്ല അറിഞ്ഞൂടെ. ഇത് ഇവല് അങ്ങനെയൊന്നും പറയില്ല ഗൈസ്. ഇവല് ഭയങ്കര സാധനങ്ങളാണ്. അതെ ഗൈസ്, ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല ഗൈസ്. ഇവര് ഭയങ്കര സാധനങ്ങളാണ്. തീരെ രസമല്ലാന്ന് അറിയണത്. പണ്ടോ ഇല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ? തീരെ സെലക്ഷനില്ലേ എനിക്ക് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സംഭവം അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ആ റേറ്റിനുള്ള ടോപ്പ് തന്നെ ഉള്ളൂ കേട്ടോ. കുറഞ്ഞ റേറ്റ് കൂടിയ ലാഭം. അതാണ് നമ്മളെ ഒരു പരിപാടി. ഇപ്പോൾ മോൻ്റെ നിക്കാവ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് കുറവിലാണ് ഡ്രസ്സൊക്കെ എടുത്തത്. ഇത് മതി നമുക്ക്. അപ്പോൾ ഗൈസ് വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വേറെ അഭിപ്രായമൊന്നും ഞാൻ എടുക്കണില്ല. ചില രസമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനർത്ഥം രസമുണ്ട് എന്നായിരിക്കും. ഗൈസ് ഉള്ളതുപോലെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പറയും. സത്യം പറ, സത്യസന്ധമായിട്ട് പറയാം. ഡ്രസ്സ് എങ്ങനെയുണ്ട്? എൻ്റെ അടിപൊളി അല്ല, എൻ്റെതും അടിപൊളിയാണ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ മനക്കാണ് ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. കാരണം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അഭിപ്രായം വളരെ മോശമായിരുന്നു. അഭിപ്രായം പറയാനേ ഇയാളെ സെലക്ഷൻ. ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മൾ എവിടെ പോകണേ മൊത്തം? കച്ചേരിപ്പറമ്പ്. അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് അങ്ങനെ അറിയില്ല. കാരണം ഇതുവരെ പോയിട്ടില്ല. സമയം ഇപ്പം എത്രയായി? സമയം 1:49. അപ്പൊ ഇതുവരെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ എല്ലാവരും നിൽക്കുകയാണ്. ഈ നേരം വരെ ഞങ്ങൾ പോയിട്ടില്ല.
പിന്നെ ഇനി പോയിട്ട് അവിടുന്ന് എവിടേക്ക് പോകുന്ന അറിയില്ല. ചിലപ്പോൾ എവിടെയൊക്കെ പോകും. എവിടെ പോകും? അവിടുന്ന് ഫുഡ് കഴിച്ച് നേരം കൂടെ വരും. വേറെ എവിടെയും പോകില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ അവിടുന്ന് കോട്ടപ്പാടത്തു നിന്നൊക്കെ പെട്ടെന്ന് ഓടി വന്നാണ്ട് ഇവരെ എവിടേക്കെങ്കിലും പോകുന്ന ചെയ്തിട്ട്. പക്ഷെ എവിടെയും കാണാനില്ല, അവളെ ഹസ്ബൻഡിനെയും കാണാനില്ല. ബാക്കിലൂടെ മുട്ടത്തല പോകുന്നുണ്ട്. എന്റെ ഫാദറാണ് മെയിൻ ചെയ്യണ്ട. ഇപ്പൊ ഗൈസ് ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഏകദേശം ഒരേ വലിയൊരു കളർ കോമ്പിനേഷനിലെ ഇവിടെ തുള്ളി വെള്ളം വന്ന് ഇവിടെ തുള്ളി അല്ല, ഇവിടെ റോസിന്റെ ഒരു പോലെ ശാളം പുതിയതാ. ആ നല്ല മെറ്റീരിയൽ. സെയിം മെറ്റീരിയൽ. അപ്പൊ ഞങ്ങൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. ഇനി അവിടെ ടാറ്റാ ബൈ. ഇങ്ങനെ വെട്ടിയിട്ട വായത്തണ്ട് പോലെയാണ് കിടക്കണത്. ഇത് എത്ര കിലോ പോത്തിറച്ചി കഴിച്ചിട്ടുള്ള ഉറക്കമാണെന്ന് അറിയില്ല. എത്ര കിലോനാ പത്ത് വായിച്ചിക്കണേ? കിലോ കണക്ക് നോക്കാനാണെങ്കിൽ കുറച്ചുണ്ട്. സുഭാഷ് തത്തിട്ടാടാ, സത്തിട്ടാങ്കടാ. ഗൈസ് കറക്റ്റ് 11 മണിക്ക് ഞാൻ പോകാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഇയാളെ കുളിയും നനയും ഇയാളെ ഉറക്കവും ഇയാള് പിന്നെ പോണീന് മുന്നേ വന്നു. പിന്നെ ഇത് 2 കിലോ പോത്തിറച്ചി തട്ടി കിടക്കുകയാണ്. ഇവരൊക്കെ എപ്പോ പോരും എപ്പോ വരും അറിയില്ല. ഞങ്ങളെ കാത്ത് അവിടെ ഒരു കുടുംബം അവിടെ നിൽക്കണം. കുഞ്ഞിനെ മോനെ ഒരു പൊട്ടിതായോ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കച്ചേരിപ്പുറത്തെത്തി. മോനുവിൻ്റെ ഒപ്പാണ്. അപ്പം എനിക്ക് ഞാവൾ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഞാവൾ എടുത്ത് വെച്ചിക്കണോ. നമ്മൾ വീട്ടിലേക്ക് എത്താനായി. നമ്മളെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് വീട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഞാവൽ മരം. ഇതാണ് എൻ്റെ ഞാവൽ മരം. പെറുക്കാൻ എന്തെങ്കിലും ഒരു ചുക്കിച്ചുളിഞ്ഞൊരു സാധനം ഞാൻ ഇവിടെ എടുത്തേക്കാൻ പറഞ്ഞു. ചൂടെ ഉണ്ടാവും തന്നെ. അത് ചിലത് നല്ല ഇതുണ്ടാവും, ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലത് കുറച്ച് ടേസ്റ്റ് കമ്മി. എന്താ നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നിക്കണേ? കുയ് ആ ഇച്ചെടുത്തേക്കാൻ പറഞ്ഞ സാധനം ഉണ്ടായിരിക്കണം. കണ്ടോ, എടുത്തു വെക്കാൻ പറഞ്ഞു. അതല്ല ഈ വോയിസും കട്ട് ചെയ്യൂല. യോ ഒക്കെ കണ്ടിത്തരാം. നല്ല നോക്കി എടുത്തേക്കുക. എടി നല്ല നോക്കി എടുത്തേക്കുക. ഞാൻ എത്ര നേരമായി 11 മണിക്ക് വന്നിരിക്കലോടത്തെയാണ് ഞാൻ. ജനുട്ടിന്റെ സൗണ്ട് പോ കേട്ടോ. എങ്ങനെ എവിടെ പൈസന്റെ കാരം അനുമോനി എന്ത് കിട്ടോ അമി ചിച്ച മുത്തുട്ടിയേ അല്ലത്. എന്താ സംഭവം എന്താ ഇപ്പൊ നീച്ചിക്കേ പെരുന്നാളായിട്ട് ഇപ്പൊ നീച്ചിക്ക. ഞങ്ങളെത്തി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ ടേബിളിൽ നിരത്തിയിട്ടുണ്ടായിട്ടോ. ഇത് പുതുതായിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞ മുത്തമ്മാൻ്റെ വീടാണുണ്ടോ. ഹൗസ് വാമിങ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ എൻ്റെ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൻ എന്തോ വിക്രസ് കാട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തു. അതിൻ്റെ പേരിൽ യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരാം പറയും. ഞങ്ങൾ ഇരിക്കുന്നതിന് മുൻപേ ഒരു പറ കഴിഞ്ഞു. അമ്മി എത്ര വരി പറയൂ, എത്ര റൗണ്ട് കഴിഞ്ഞു? പായസം ഇവിടെ ആദ്യം ചോറ് മതി വയറ് നിറച്ച്. അമ്മ എത്രാമത്തെ ട്രിപ്പ്? അമ്മി
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ട് നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോരോ ടെറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത് നമ്മൾ കല്ലായിലാണ്ടോ വന്നിട്ടുള്ളത്. ഇനി കവിളൊക്കെ ഉണ്ടായിക്കണല്ലോ, വോയിസ് ഓവറല്ലോ. ഞങ്ങളിപ്പോൾ എത്തിക്കണത് കല്ലായിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ തിരുവിഴാങ്കുന്നിൽ 2 മൂത്തന്മാരുണ്ട്. അവിടെ പിന്നെ കച്ചേരിപ്പറമ്പ് അങ്ങനെ ഉള്ള എല്ലാ മൂത്തന്മാരെ വീട്ടിലും ഉണ്ടോ ഞങ്ങൾ പോവുക. അപ്പം ഇന്ന് എവിടെയൊക്കെ പോകും എന്നറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടുന്ന് വെള്ളമുള്ള കുടിച്ചനെ, കാരണം വയറ് ഫുള്ളാണ്. അടിപൊളി വേണ്ട ഇത് കടല, മസാല കടല. ഓരോ ഐറ്റം ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ടീംസ് ഉണ്ട്. ഇവരപ്പാണ് ഇപ്പോൾ ഞാൻ ഫുൾ ടൈം മാളിക്കുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ചങ്ക്. അപ്പം ആ എത്തി നോക്കി പോയത് കേട്ടോ. ഓള് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോ തലമുറ കഴിഞ്ഞ് വരുമ്പോഴും ഓരോരുത്തരും മാറിക്കൊണ്ടേ ഇരിക്കും. ഞാൻ മാറില്ല. വീണ്ടും ഇറങ്ങുകയാണ് ഗൈസ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മാളിക്കുന്നിക്ക് വന്നിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ പോകുന്നതല്ലേ. ഞങ്ങൾ മാളിക്കുന്നിക്കനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴി ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. ഒരാളല്ല 2 ആളും. ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞതാണ്. തൊട്ടാണ്ടോ വീട്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കും, ഉറങ്ങും, ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഒന്ന് നോക്കുക, ഒന്ന് മുണ്ടുക. എപ്പോഴേക്ക് എന്ന് പോവും ചോദിച്ചാൻ പാടില്ല അല്ലേ? നമുക്ക് പോയാലോ, എവിടേക്കല്ലോ മട്ടപ്പടി പോയാലോ? എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കട്ടൻ ചായയും മിച്ചറും ചക്ക വറുത്തതും. ഈ വീഡിയോ ഞാൻ ചക്ക വാക്കത്തി വേണ്ട, കത്തി വേണ്ട, തോട്ടി വേണ്ട. പക്ഷെ കിട്ടുമോ വെച്ചു? വളഞ്ഞു ഇത് കാക്കണ്ട. അല്ല വെച്ചോ? അതാ യാ നോക്കട്ടെ, ഇങ്ങോട്ട് പിടിക്കൂ. വളഞ്ഞേക്കല്ലേ വേണ്ട. അവിടെ പോവാം. യാത്ര പറയാൻ വന്നതാണ്. ആള് പോവാണ്. ദുബായിക്കാ സൗദിക്കോ? ജയ കണ്ടിട്ടുണ്ടാവൂല. ആദി ടാറ്റ ടാറ്റ. അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഏകദേശം രാത്രി ആയപ്പോഴത്തേക്കും മൂത്തമ്മ വന്നിട്ടുണ്ടായിട്ടോ. ഇത് തിരുവിഴാങ്കുന്നുള്ള മൂത്തമ്മയാണ്. ഞങ്ങൾ അവിടെ എല്ലാ പ്രാവശ്യം പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. വന്ന പാടെ ആൾ വിറകൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കുന്നുണ്ടോ. വന്ന് കഴിഞ്ഞാൽ അമ്മക്ക് എന്തെങ്കിലും ഒരു പണി എടുത്ത് കൊടുത്തില്ലെങ്കിൽ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കസിനും മോളും ഓലെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലെ തിരിച്ചു പോവുകയാണ്. നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.